ലോർഡ്, വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. ക്രിസ്തീയ ജീവിതം എത്രയോ സൗഭാഗ്യകരമായ ജീവിതമാണ്. ഈ ലോകത്തിൽ ക്രിസ്തു ഉള്ളവരെന്നും ക്രിസ്തു ഇല്ലാത്തവരെന്നും രണ്ട് ഗ്രൂപ്പുകളാണ്. ക്രിസ്തുവിലുള്ളവർ എന്ന് പറയുമ്പോൾ അത് വളരെ പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതം. നമുക്ക് ആ പ്രത്യാശയുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ അബ്രഹാമിൻ്റെ പ്രത്യാശയെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ദൈവം പറഞ്ഞത് അതുപോലെ സംഭവിക്കുമെന്ന് താൻ വിശ്വസിക്കുകയും ആശിക്കുകയും ചെയ്തു. താൻ അതിൽ ക്ഷണിച്ചില്ല. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ദൈവം നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യാശ. നമുക്ക് ആ പ്രത്യാശ നമ്മളെ ഇന്ന് ഭരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ കാണണ്ടേ. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 24-ഉം 25-ഉം വാക്യം വായിക്കുമ്പോൾ, റോമാലേഖനം 8-ന്റെ 24-25, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം കാണുന്നതിന് വേണ്ടി നമ്മൾ പ്രത്യാശിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കാണാത്തതിനായി അതെന്താ കാണാത്തത്? അതിന് 23-ാം വാക്യത്തിലുണ്ട്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പോൾ പുത്രത്വം പ്രാപിക്കുവാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ ഞരക്കമുണ്ടെന്ന്. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളിലും ആ വീണ്ടെടുപ്പിന് നാളിന് വേണ്ടിയുള്ള ഒരു ഞരക്കം ഉള്ളിലുണ്ടാവും. ആ ഒരു ഞരക്കം നമ്മളിലുണ്ടോ? എന്ന് പറഞ്ഞാൽ നമ്മൾ പുത്രത്വം പ്രാപിക്കുക എന്ന് പറയുന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാണ്. അപ്പോൾ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് സംഭവിക്കുന്നത് കർത്താവിൻ്റെ വരവിൻ നാളിലാണ്. എന്ന് കർത്താവ് വരുമോ അന്നാണ് നമ്മുടെ ശരീരത്തിൻ്റെ രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നത്. നമ്മൾ തേജസ്സുള്ള ശരീരധാരികളായി മാറും. അപ്പം ഇത് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന പ്രത്യാശയാണ്. അപ്പോൾ നമ്മൾ പ്രത്യാശയിലാണ് വീണ്ടും ജനിച്ചിരിക്കുന്നതെന്നാണ് വചനം പറയുന്നത്. ഇന്ന് അനേകരിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ പ്രത്യാശ അവരിൽ പ്രതിഫലിക്കുന്നില്ല. ഇന്ന് അനേകരുടെയും ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്രത്യാശ ഈ ലോകത്തിലെ ചില നേട്ടങ്ങളാണ്. ചിലർ കർത്താവിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അവർ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് ശവക്കോട്ടയുണ്ടോ? നോക്കണേ, അവരുടെ ചിന്ത, അവർ ചത്ത ശവം വരിക, അതിനെ കുഴിച്ചിടാൻ ഇടമുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള പ്രത്യാശ ഈ ലോക ജീവിതമല്ല, നിത്യതയാണ്. അല്ല, ചിലർക്ക് കർത്താവിൽ പ്രത്യാശ വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ കഷ്ടതയൊന്നും കൂടാതെ സുഖമായി ജീവിക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ചോദിച്ചാൽ ലഭിക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ആ പ്രത്യാശ അല്ല. നമ്മൾ ഈ ആയുസ്സിൽ, അതിനെക്കുറിച്ച് 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നതിനറിയോ, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്ര. നോക്കുക, പലരുടെയും ചിന്താഗതികൾ ഈ ലോകത്തിലെ നേട്ടങ്ങളെക്കുറിച്ചാണ്. അതെത്രയോ ദുഃഖകരമായ ആവശ്യമാണ്. നമ്മുടെ പ്രത്യാശ ഈ ലോകമല്ല, നിത്യതയാണ്. നിത്യത, നമ്മുടെ കർത്താവ് വരും, അന്ന് കർത്താവ് നമ്മളെ ചേർക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിൻ പ്രത്യാശയിലാണ് നമ്മളെപ്പോഴും കാത്തിരിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും വിലപ്പെട്ട കാര്യം. നമുക്കത് കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ജീവിതം ഒരു വിധത്തിൽ നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ള രക്ഷാനുഭവമുള്ള ഒരു വ്യക്തി, അവർക്ക് നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടായിരിക്കും. അതിനുവേണ്ടിയാണ് നമുക്ക് വീണ്ടും ജനിച്ചപ്പോൾ തന്നെ നമ്മൾ 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെ വായിക്കുമ്പോൾ, ഞാൻ വായിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്നതും രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നതുമായ
കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ വീണ്ടും ജനിക്കപ്പെട്ട എല്ലാവർക്കും നിത്യതയിൽ അനേക കാര്യങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നും അവയെല്ലാം ദൈവിക വാഗ്ദത്തപ്രകാരം നമുക്ക് അവകാശമാക്കാൻ കഴിയും എന്നുള്ളതാണ് ദൈവത്തിന് വചനം പറയുന്നത്. അങ്ങനെ ഒരു വലിയ പ്രത്യാശ ദൈവം നമുക്ക് തന്നിരിക്കുക. ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. നിത്യതയുടെ കാഴ്ചപ്പാടിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയണം. ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ കർത്താവിൻ്റെ വരവ് എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് വരുന്നു. ആ വരവിലേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നാം ചെയ്യേണ്ടത്. അപ്പം ഇവിടെ നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഈ പ്രത്യാശ, നമുക്കറിയാം പ്രത്യാശ ലഭിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഓരോ ദിവസവും തിരുവചനത്തിലൂടെ ആ പ്രത്യാശയെ വീണ്ടും പുതുക്കിക്കൊണ്ട് അവർ അതിൽ കൂടുതൽ ബലപ്പെടുവാനിടയായിത്തീരും. നമ്മൾ റോമാലേഖനം 15-ാം അധ്യായത്തിൽ റോമാലേഖനം അതിൻ്റെ 15-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉളവാകേണ്ടത് തന്നെ എഴുതിയിരിക്കുന്നു. പ്രത്യാശ ഉളവാക്കും. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കും തോറും ഈവൻ പഴയ നിയമത്തിലെ സംഭവങ്ങൾ ആയാൽ കൂടി നമ്മളിൽ അവയെല്ലാം പ്രത്യാശ ഉളവാക്കുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം പഴയ നിയമ ഇസ്രായേലിൻ്റെ ജീവിതം. അത് നമ്മൾ 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നത് അവർക്ക് സംഭവിച്ചതൊക്കെ എഴുതിയിരിക്കുന്നത് എന്തിനാന്നാണ്? ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെഴുതിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 10:11 ഞാൻ വായിച്ചേ. അപ്പം അവർക്ക് ആ ആശയോട് ജീവിച്ച് അഗ്രനാട്ടിൽ എത്തുവാനായിട്ട് കഴിഞ്ഞില്ല. നമ്മൾ ചിന്തിക്കണം, 6,35,550 പേര് ജവാന്മാർ ഇറങ്ങി പുറപ്പെട്ടതിൽ അവരിൽ എത്ര പേരാണ് വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചത്? വെറും 2 പേര് മാത്രം, യോശുവയും കാലേബും. ബാക്കിയുള്ളവരൊക്കെ വിവിധ നിലകളിൽ അവർ പെറുപെറുത്തും മത്സരിച്ചുമൊക്കെ ഒട്ടുപോകാനിടയിൽ തീർന്നു. നോക്കണേ, എത്ര ദുഃഖകരമായ ഒരു അനുഭവമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ പ്രത്യാശയെ ഉണർത്തുന്നത് ഈ തിരുവചനമാണ്. ഈ തിരുവചന പഠനം നമുക്ക് കൂടുതലായി കർത്താവിലുള്ള വിശ്വാസത്തിൽ നമ്മളെ ഉറപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ മറ്റുള്ളവർക്ക് പറ്റിയിരിക്കുന്ന അബദ്ധങ്ങളൊന്നും കൂടാതെ നമ്മളെ തന്നെ സൂക്ഷിക്കുവാനായിട്ട് നമുക്കിടയാവും. ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് നമുക്ക് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം. നമ്മുടെ ഈ ജീവിതം കാണുമ്പോൾ അനേകർക്കും ഒരു അത്ഭുതമല്ലേ? നമ്മൾ ചിന്തിക്കണം. എന്നോട് പലപ്പോഴും സർവീസിലായിരിക്കും മറ്റു പലരും ചോദിക്കാറുണ്ട്, എടാ ഇന്നയാളെല്ലാം ക്രിസ്ത്യാനിയാണല്ലോ, പിന്നെ നിനക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത? നിശ്ചയമായും രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദന മറ്റുള്ള ക്രിസ്ത്യാനികളെന്ന് പറയപ്പെടുന്നവരിൽ നിന്നും വ്യത്യസ്തരായിരിക്കും. തിരുവചനം പറയുന്ന ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുക. 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. അപ്പം നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കും. അപ്പം നിങ്ങൾക്ക് മാത്രം എന്താ ഇത്ര ഈ പ്രത്യേകത? നമ്മുടെ പ്രത്യാശ അത് ജീവനുള്ള പ്രത്യാശയാണ്, അത് ഭാവി പ്രത്യാശയാണ്. നമുക്ക് മറ്റുള്ളവരെ പോലെ ഇന്ന് ക്രിസ്ത്യാനികളെന്ന് പറയുന്ന പേരിനുള്ള ക്രിസ്ത്യാനികൾ, നാമേതീയ ക്രിസ്ത്യാനികൾ, അവർക്ക് അങ്ങനെ ഒരു പ്രത്യാശയില്ല. അവരും ദൈവവുമായിട്ട് ബന്ധമില്ല. ഒരിക്കൽ ഒരു ക്രിസ്മസ് ഡേയിൽ ഞങ്ങളുടെ യൂണിറ്റിൽ 425 പേരുള്ള ഒരു യൂണിറ്റാണ്. അതിൽ ഏകദേശം ഒരു 350-ൽ പരം പേര് എല്ലാവരും ഇരുന്ന് അവർക്ക് എല്ലാവർക്കും വേണ്ടി ക്രിസ്മസ് സന്ദേശം കൊടുക്കാനായിട്ടുള്ളൊരു അവസരം, ഒരു മിനി കൺവെൻഷൻ. അത് മറ്റുള്ള കൺവെൻഷൻ പോലെയല്ല, വളരെ ഡിസിപ്ലിനുള്ള ശാന്തമായിരുന്ന് വചനം കേൾക്കുന്ന ഒരവസ്ഥ. അങ്ങനെ പറയാനിടയായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സിൽ പലരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി. ജോസഫെ, ഒരു കർണൽ ജോസഫ് ഉണ്ടായിരുന്നു,
അതൊരു ചോദിക്കുകയാണ്, നിൻ്റെ കാര്യം എന്താവും? എന്നിട്ട് CEO എന്നോട് ചോദിച്ചു, ടോമി, മദ്യപാനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ്. ഞാൻ അദ്ദേഹത്തിന് ഉടനെ തന്നെ വചനത്തിലൂടെ അത് വായിച്ച് കേൾപ്പിച്ചപ്പോൾ പിന്നെ ഈ CEO ഈ കർണൽ ജോസഫിനോട് ചോദിക്കുക, ജോസഫ്, പിന്നെ നിൻ്റെ കാര്യം എന്താവും? എല്ലാവരും മൗനമായിരുന്നു വചനം കേട്ടു. പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് എത്രയോ പേർ നമ്മുടെ കൂടെ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് ജീവിക്കുന്നു, എന്നാൽ അവർക്ക് നിത്യതയുടെ കാഴ്ചപ്പാടില്ല. അവർക്ക് വീണ്ടും ജനനമില്ലാത്തത് കൊണ്ട് അവർക്ക് പ്രത്യാശയില്ല. ദൈവം അവർക്ക് ആ പ്രത്യാശ നൽകിയിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, നമുക്ക് പ്രത്യാശ നൽകുന്നത് ദൈവമാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ, അല്ല നാം രക്ഷിക്കപ്പെടുമ്പോൾ ദൈവം നമുക്ക് തരുന്നതാണ് ഈ പ്രത്യാശ. അപ്പം ഈ പ്രത്യാശയുള്ളൊരു ജീവിതം നയിക്കുവാൻ, അപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ശാന്തമായിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ഇടയാവും. അപ്പോൾ നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് അനേകർ ചോദിക്കും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അനേകർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് വളരെ ശാന്തമായിട്ട് തിരുവചനം പറയുന്ന പ്രകാരത്തിൽ തന്നെ അവർക്ക് ഉത്തരം കൊടുക്കാനായിട്ട് കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ കേട്ടവരിൽ പലരും സത്യാന്വേഷികളായി മുമ്പോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ കൃപയാൽ രക്ഷിക്കപ്പെട്ട നമ്മൾ ആ കൃപ വ്യർത്ഥമാക്കാതെ നമ്മളോട് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു മാതൃകയാകത്തക്ക നിലയിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയണം. അതാ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ചോദിച്ചാൽ അവരോട് വളരെ ഭയഭക്തി കൊണ്ട് സൗമ്യതയോടെ അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. കാരണം ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന മറ്റുള്ളവർക്ക് പ്രത്യാശയില്ല. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പ്രത്യാശയില്ല. നിങ്ങളുടെ നിത്യതയോടെ ചിലവഴിക്കും അവർക്ക് അറിഞ്ഞുകൂടാ. പ്രിയമുള്ളവരെ, ഈ പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കൂ. കർത്താവിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്ക്, വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിക്ക്, പാപക്ഷമ പ്രാപിക്കാത്ത ഒരു വ്യക്തിക്ക് ഈ പ്രത്യാശയില്ല. അപ്പോൾ ഇവിടെ വചനം പറയാണ്, നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് പറയാൻ ഒരുങ്ങിയിരിക്കണം. കാരണം നമുക്കറിയാം നമ്മുടെ കർത്താവ് വരും. ഈ പ്രത്യാശ ഉള്ളതുകൊണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ സൂക്ഷിക്കും. വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കും. ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു വലിയ വിശപ്പും ദാഹവും നമ്മളെ ഭരിക്കും. എന്താ നമ്മുടെ പ്രത്യാശ? നമ്മുടെ കർത്താവ് വരും. നമ്മൾ 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ, 1 യോഹന്നാൻ അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. അപ്പോൾ നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വരവാണ്. കർത്താവ് വരുമ്പോൾ അവനെ താനായിരിക്കുന്നത് പോലെ നമ്മൾ കാണുമെന്നാണ്. നോക്കുക, ഈ ഒരു പ്രത്യാശ നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രത്യാശയുള്ളവരുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നാണ് 3-ാമത്തെ വാക്യം. ഞാൻ വായിക്കാം. 3. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. കണ്ടോ? അപ്പോൾ ഇതാണ് യഥാർത്ഥ പ്രത്യാശയുള്ള ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൻ്റെ അടയാളമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഓരോ ദിവസവും നമുക്കറിയാം, നമ്മൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും നമ്മൾ വിടുവിക്കപ്പെട്ടു. എന്നാൽ പാപത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ചുറ്റുപാടുമുണ്ട്. അതിൽ നിന്നും നമ്മൾ ഓരോ ദിവസവും നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. നമ്മളെ തന്നെ സൂക്ഷിക്കണം. നമ്മൾ അതിൻ്റെ തന്നെ 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ വായിക്കുന്നത്, ദൈവത്തിൽ നിന്നും ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്നും ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. നോക്കുക, നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം. യഥാർത്ഥമായ കർത്താവിൻ്റെ വരവിൽ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള വാഞ്ചയുണ്ടായിരിക്കണം. അതിനുവേണ്ടി നാം ഉത്സാഹിക്കണം. ഒരിക്കലും ശത്രുവിന് നാം അവസരം കൊടുക്കാൻ പാടില്ല. ഇതാ ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ പ്രത്യാശ നമ്മളിൽ ഭരിക്കുന്നു എന്നുള്ളതിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടും. കാരണം നമ്മൾ വീണ്ടും ജനിച്ച ദൈവത്തിൻ്റെ ആത്മാവുള്ളവരാണ്.
ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്ക് പ്രത്യാശയുണ്ട്. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. കർത്താവ് വരുമ്പോൾ അതിനു മുൻപ് നാം മരിച്ചാൽ നാം ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നാം രൂപാന്തരം പ്രാപിക്കും, കർത്താവിലേക്ക് തന്നെ എടുക്കപ്പെടും. അപ്പോൾ ഒരു വലിയ കാര്യം, ഈ പ്രത്യാശ നമ്മളെ ഭരിക്കുന്നു. ഈ പ്രത്യാശ ഓരോ ദിനവും നമ്മളെ നടത്തണം. അത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഈ പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ നമ്മൾക്കറിയാം, നമ്മുടെ പ്രത്യാശ, നമ്മൾ തീത്തോസിൻ്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. അപ്പോൾ നമ്മൾ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്താണ് 12-ാം വാക്യം? നാം ഭാഗ്യകരമായ പ്രത്യാശ. നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഭാഗ്യകരമായ പ്രത്യാശയാണ്. കാരണം അവിടുന്ന് മഹാദൈവം, നമ്മുടെ രക്ഷിതാവ്, ഈ രക്ഷിതാവ് തേജസ്സിൽ പ്രത്യക്ഷപ്പെടും. അത് നമ്മൾ കാത്തിരിക്കുകയാണ്. നോക്കണം, ഓരോ ഭക്തനും, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിലും നമ്മുടെ കർത്താവ്, അവിടുത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മഹാദൈവമെന്ന്. നമ്മുടെ ദൈവത്തെ അങ്ങനെ സത്യദൈവവും നിത്യജീവനും എന്ന് യോഹന്നാൻ 5:20 അവസാനം വായിക്കുന്നുണ്ട്. അവനുള്ള ഏകപരിശുദ്ധനെന്ന് വെളിപ്പാട് 15:4 വായിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് നമ്മുടെ രക്ഷിതാവ് അവിടുന്ന് മഹാദൈവമാണ്. നോക്കുക, അപ്പോൾ അങ്ങനെ ആ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കുക. എന്തിനാണ് കാത്തിരിക്കുന്നത്? അവിടുന്ന് വരുമ്പോൾ നമ്മൾ ഈ ലോകത്തു നിന്നും അവിടുത്തെ സന്നിധിയിലേക്ക് മാറ്റപ്പെടും. എങ്ങനെ? അവിടുത്തോട് അനുരൂപരാകുവാൻ. അവിടുത്തോട് നമ്മൾ അനുരൂപരായിത്തീരും. നമ്മൾ ഈ രക്ഷയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, ഈ ലോക ജീവിതത്തിൽ പലപ്പോഴും പലരും പെട്ടെന്ന് നിരാശരാകാൻ കാരണം അവിടെ ആ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നുണ്ടാണ്. റോമർ 5:5 ആരംഭത്തിൽ പറയുന്നുണ്ട്, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തില്ല. നമ്മൾ എബ്രായ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം, എബ്രായ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് പോസ്റ്റ് പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ. നോക്കുക, ഈ അവിടെ നമ്മുടെ മലയാള പരിഭാഷയിൽ ചെറിയ തെറ്റുണ്ട്. ആത്മാവിൻ്റെ നങ്കൂരം എന്നല്ല, ദേഹിയുടെ നങ്കൂരം. നമ്മുടെ ദേഹിയുടെ നങ്കൂരമാണ് ഈ പ്രത്യാശ. ഇത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. ഈ പ്രത്യാശ നമ്മുടെ ദേഹിയുടെ നങ്കൂരമാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ദേഹിയുടെ നങ്കൂരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ പറയുന്നത് 2 കാര്യങ്ങളാൽ ശക്തിയുള്ളതും 2 കാര്യങ്ങളാൽ ശക്തിയുള്ളതും പ്രബോധം പ്രാപിപ്പാൻ ഇടവരുന്നു. 2 കാര്യങ്ങളാൽ നമുക്ക് ഉറപ്പ് തന്നിരിക്കുക. എന്താണ് ആ 2 കാര്യം? ഒന്ന്, പിതാവ് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി. 2, നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. അപ്പം ഈ 2 കാര്യങ്ങളും നമ്മുടെ നിത്യതയുടെ ഉറപ്പ് നമുക്ക് തന്നിരിക്കുക. വളരെ വിലപ്പെട്ട കാര്യമാണ്. ഈ 2 കാര്യങ്ങളും നമുക്ക് നിത്യതയുടെ ഉറപ്പ് തന്നിരിക്കുക. പലതൊരു സാരം നമുക്ക് ഒന്ന്, നമുക്ക് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഒന്ന്, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. 2, പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്ര ചെയ്തിരിക്കുന്നു. എത്ര ഉറപ്പാണ് പ്രിയമുള്ളവരെ! കർത്താവ് നമുക്ക് പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളെ ഒരു രീതിയിലും നഷ്ടമായി പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. നമ്മൾ എബ്രായ ലേഖനം തന്നെ അതിൻ്റെ 7-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നതായാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ചിലർ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നൊക്കെ പറഞ്ഞ് എന്തൊരു കഷ്ടമല്ലേ! കർത്താവ് തന്ന രക്ഷ
ദാനമായി തന്ന രക്ഷ അത് നഷ്ടപ്പെടുമെന്നൊക്കെ പറയുന്നത് എത്ര അജ്ഞതയാണ്, അറിവില്ലായ്മ എന്ന് മാത്രം പറയാം. അപ്പോൾ ഒരിക്കലും രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് രക്ഷ നഷ്ടമാകുന്നില്ല. ഇവിടെ നമുക്ക് ഇത് ഉറപ്പായിട്ട് ധരിക്കാം. കാരണം ഒന്ന്, കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. മറ്റൊന്ന്, പരിശുദ്ധാത്മാവിനാൽ നാം മുദ്രിതരാണ്. ഈ മുദ്ര എന്തിനെ കാണിക്കുന്നതാണ്? ഉടമസ്ഥാവകാശത്തെ കാണിക്കുന്നതാണ്. നാം ദൈവത്തിൻ്റെ വകയായി തീർന്നിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനുള്ള മുദ്രയാൽ ദൈവം അതിനെ ഉറപ്പിച്ചിരിക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാൽ നമുക്ക് ഭോഷ്ക് പറയാൻ പറ്റാത്ത ദൈവം നമ്മുടെ ഈ പ്രത്യാശ ഉറപ്പിച്ചിരിക്കുക. നമ്മുടെ ദേഹീയ രക്ഷയിൽ വളർന്ന് കർത്താവ് വരുമ്പോൾ നാം കർത്താവിനോട് അനുരൂപരായി മാറ്റപ്പെടും. എത്ര നല്ല പ്രത്യാശയാണ്. വീണ്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഉറപ്പിനെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 24-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ 24-15 നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ടാകും എന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിങ്കൽ ആശ വച്ചിരിക്കുന്നു. അപ്പം നീതിമാന്മാരുടെ പുനരുത്ഥാനവും നീതികെട്ടവരുടെ പുനരുത്ഥാനവും ഉണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുക. കാരണം നീതിമാന്മാരുടെ പുനരുത്ഥാനം എന്നുള്ളത് കർത്താവിൻ്റെ രഹസ്യ വരവിൽ, തൻ്റെ മധ്യാകാശ വരവിലാണ്. ആ വരവിന് ശേഷം 1007 വർഷങ്ങൾക്ക് ശേഷം ദുഷ്ടന്മാരുടെ ഇടയിൽ നീതികെട്ടവരുടെ പുനരുത്ഥാനം ഉണ്ടാവും. അവരെല്ലാവരും വെള്ള സിംഹാസനത്തിന് മുമ്പിൽ അവർ വരും. അപ്പോൾ രണ്ട് സമയത്താണ് മാത്രം, എന്നാൽ പുനരുത്ഥാനമുണ്ട്. അതിന് സംശയമില്ലാത്ത കാര്യമാണ്. പൗലോസ്ലീഹ ആ വലിയ പ്രത്യാശയിലാണ് തൻ്റെ ജീവിതം നയിക്കുന്നത്. അതുകൊണ്ട് ഈ ഉന്നതമായ ആ പുനരുത്ഥാനം, ഉത്തമ പുനരുത്ഥാനം അത് പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് താൻ ഓടുകയാണ്. ഫിലിപ്പ് ലേഖനമൊക്കെ വായിക്കുമ്പോൾ എത്ര മാധുര്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഫിലിപ്പ് ലേഖനത്തിൽ അതിൻ്റെ 3-ാം അധ്യായം വായിക്കുമ്പോൾ താൻ പറയുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യമാണ്. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ഇവിടെ 7 കൂട്ടം കാര്യങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വർണ്ണിക്കാനായിട്ട് സമയമില്ലെങ്കിൽ ഞാൻ ആ പോയിന്റുകൾ മാത്രം ഒന്ന് പറയാം. 1, ക്രിസ്തുവിനെ നേടണം, 9-ാമത്തെ വാക്യം. 2, ആ 9-ാമത്തെ വാക്യത്തിൽ തന്നെ വായിക്കുന്നുണ്ട് അവനിൽ ഇരിക്കണം. ക്രിസ്തുവിനെ നേടണം, അവനിൽ ഇരിക്കണം. 3, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം. അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം. 4, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയണം. നോക്കുക, വീണ്ടും പറയുന്നു അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. എന്നിട്ട് പറയാണ് മരിച്ചവരുടെ ഇടയിൽ നിന്നും ഏതെങ്കിലും വിധത്തിൽ എനിക്കും ഈ പുനരുത്ഥാനം പ്രാപിക്കണം. നോക്കുക, തൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ്. നമ്മൾ വളരെ ഗഹനമായിട്ട് ഈ വചനങ്ങളൊക്കെ പഠിച്ചറിയുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ഉത്സാഹം വർദ്ധിക്കാൻ എത്രമാത്രം ഉപകരിക്കും. ദൈവവചനം എത്ര മാധുര്യേറിയതാണ്, എത്ര വിലപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പൗലോസ് പറയുന്നത് തനിക്കും ആ കാര്യത്തിൽ ഒരു പ്രത്യാശയുണ്ട്. അപ്പം വീണ്ടും ജനിച്ച നമുക്ക് നമ്മുടെ ദേഹീയ രക്ഷയെക്കുറിച്ച് യാതൊരു നിലയിലും സംശയം വയ്ക്കാൻ പാടില്ല. ഏത് സമയത്തും ഈ ലോകത്ത് മാറ്റപ്പെടേണ്ടി വരുന്നുവെങ്കിൽ നമുക്കതിൽ സന്തോഷിക്കാൻ കഴിയണം. നമുക്കറിയാം, സദൃശ്യവാക്യം 14-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിൻ്റെ അവസാനം വായിക്കുമ്പോൾ, സദൃശ്യവാക്യം അതിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിൻ്റെ ബി പാർട്ട് അവിടെ വായിക്കുന്നത്, നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്, നീതിമാനോ മരണത്തിലും
പ്രത്യാശയുണ്ട്. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ ദൈവത്തിൻ്റെ വകയായി തീർന്നിരിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് പ്രത്യാശ നൽകിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ പ്രത്യാശയോടുകൂടെ ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതം കാണുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ നിലയിലുള്ളൊരു പ്രത്യാശ നമ്മളെ ഭരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ? ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ, ഞാൻ അന്ന് രക്ഷിക്കപ്പെട്ടിട്ടില്ല, എൻ്റെ നാട്ടിൽ ഒരു പ്രായമുള്ള ഒരു അമ്മച്ചി, എനിക്ക് തോന്നുന്നു ഒരു 80 വയസ്സിന് മേലെയുണ്ട്. അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുമ്പോഴൊക്കെ ഒരു കലം കപ്പ പുഴുങ്ങിയതും അതിൻ്റെ മുകളിൽ കുറേ മീൻകറിയുമായിട്ടാണ് പോകുന്നത്. പ്രായമുള്ള ഈ അമ്മച്ചിയുടെ ഓട്ടം കാണുമ്പം എനിക്ക് ഭയങ്കര അതിശയമാണ്. ഞാൻ ഒരിക്കൽ ചോദിച്ചു, അമ്മച്ചി ഇതെന്തുവാ ഇതിനകത്ത്? ഞാൻ പറഞ്ഞു, മക്കളെ, ഇത് അവിടെ ഒരുപാട് പാവപ്പെട്ടവർ വരും. അപ്പം അവർ വരുമ്പോൾ അവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നല്ല കപ്പയും ഇച്ചിരി മീൻകറിയായിട്ട് പോവുക. ഒരു 16കാരി പെൺകുട്ടി ഓടുന്നതിനേക്കാളും ഉത്സാഹത്തിലാണ് 80 വയസ്സുള്ള ഈ അമ്മച്ചി ഓടുന്നത്. പ്രിയമുള്ളവരെ, കാരണം എന്താണ്? പ്രത്യാശ, കർത്താവിലുള്ള പ്രത്യാശ. അപ്പം ഈ പ്രത്യാശയാണ് നമുക്ക് ഉത്സാഹത്തോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഇടയാകുന്നത്. അപ്പോൾ നമ്മളെ തന്നെ നമ്മൾക്കൊന്ന് പരിശോധിക്കാം. യഥാർത്ഥമായിട്ടും ഇന്ന് നമ്മുടെ ജീവിതം ഒരു പ്രത്യാശയുള്ള ജീവിതമാണോ? അതോ നമ്മുടെ പ്രത്യാശയ്ക്ക് നമ്മൾ ഒരു കാലത്ത് പ്രത്യാശ ഇല്ലാത്തവരായിരുന്നു എന്ന് നമ്മൾ എഫേസ്യർ 2:12 വായിക്കുന്നുണ്ട്. കാരണം അത് നമ്മൾ ദൈവമില്ലാത്തവരായിരുന്നു, നമ്മളും ദൈവമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നും അങ്ങനെയാണോ? അതോ നമ്മുടെ ആശ ഈ ലോകപരമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ? പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് തന്ന പ്രത്യാശ നിത്യതയുടെ കാഴ്ചപ്പാട് കണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനാണ്. ഈ നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു പ്രത്യാശ നമ്മളെ ഭരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം. യഥാർത്ഥമായിട്ടും ഒരാശ നിറഞ്ഞ ഒരു ജീവിതമാണോ ഞാൻ നയിക്കുന്നത്? ഇന്ന് പലരും ഒരു കൂട്ടായ്മയ്ക്ക് പോലും വരുമ്പോൾ അവരെത്ര ലാഘവ ബുദ്ധിയോടുകൂടിയാണ് വരുന്നത്. സമയത്ത് ചിലർ വരികയില്ല. അങ്ങനെയാണോ പ്രിയമുള്ളവർ? നമ്മളൊരു ലോകപ്രകാരമുള്ളൊരു ജോലിയോ കാര്യമാണെങ്കിൽ എത്ര ഡിസിപ്ലിൻ ആയിട്ട് പോകും. എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ പലർക്കും വളരെ വീഴ്ചയുള്ള കാരണം അവരെ യഥാർത്ഥ പ്രത്യാശ ഭരിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് നമ്മളോടൊന്ന് ചോദിക്കാം, യഥാർത്ഥമായും ഞാൻ രക്ഷിക്കപ്പെട്ടുവോ? ഞാൻ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ആത്മാവുള്ളൊരു വ്യക്തിയാണോ? ആ പ്രത്യാശ എന്നെ ഭരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രത്യാശയോടുള്ള ഒരു ഓട്ടമാണോ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്? അത് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും നമ്മുടെ ജീവിതത്തിൽ ഒരു മറ്റുള്ളവർക്കൊരു പ്രോത്സാഹനം, ഒരു പ്രചോദനം, ഒരു മാതൃക ആയി തീർന്നുകൊണ്ട് ഈ ഓട്ടക്കളത്തിൽ ഓടി വിജയം വരിപ്പാൻ ഈ പ്രത്യാശ നമ്മളെ ഭരിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഇന്നത്തെ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മഹത്വവും കർത്താവിനെ അർപ്പിക്കുന്നു. ആമേൻ.